അതുതന്നെയാണ് ശ്രീ ജയചന്ദ്രൻ മുഖ്യമന്ത്രിയും പറഞ്ഞതാണ്. ആ ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കടക്കം ആർക്കും അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ചോ ഒന്നും സംശയമില്ല. പക്ഷേ അദ്ദേഹം സതുദ്ദേശപരമായി തന്നെയാണ് പറഞ്ഞത് എങ്കിലും സംഭവിച്ചത് എന്താണ്, അത് കേട്ടുനിന്ന കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്, കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്, ഏത് വഴിക്കാണ് ആ ചർച്ചകൾ പോയത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശ്രീ സേനാപതി. അത് അങ്ങനൊരു വലിയ വിമർശനം നിങ്ങൾ നേരിടുന്നുണ്ട് എന്നതാണ്. ലോകത്തിന് മുമ്പിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ മികവിനെ ആകെ താറടിച്ചു കാട്ടുക എന്ന വളരെ പരിമിതമായൊരു ചിന്തയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറി. കേരളത്തിലെ പ്രതിപക്ഷത്തെ നേതാക്കൾ പലരും മാറി. വസ്തുതകൾ വെച്ച് ഡോക്ടർ ഹാരിസിൻ്റെ ആ ഒരൊറ്റ പരാമർശം പോരല്ലോ കേരളത്തിൻ്റെ ആരോഗ്യരംഗമാകെ അനാരോഗ്യമായി എന്ന് പറയാൻ. ആ നിലയിലേക്ക് നിങ്ങൾ മാറുന്നത് യഥാർത്ഥത്തിൽ ഒരു സർക്കാരിനെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം നാടിനെ തന്നെയല്ലേ നിങ്ങൾ ഇകഴ്ത്തിക്കാട്ടുന്നത് വസ്തുതകളുടെ പിൻബലമില്ലാതെ? നേരത്തെ ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവരും എത്രയോ മികച്ച സേവനങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ആ മേഖലയിലുണ്ട്. അവരെല്ലാം നിസ്വാർത്ഥമായി, പുഴുക്കുത്തുകളും ഇതൊക്കെ ഉണ്ടാകാം. ഞാൻ അവരുടെയൊക്കെ ആ നിസ്വാർത്ഥമായ സേവനത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച ആരംഭിക്കുകയാണ്. ഇവിടെ ജയചന്ദ്രൻ സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ അതാരാണ് അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, ഞങ്ങളിവിടെ HMC എന്നാണ് പറയുന്നത്, മറ്റെന്തോ പേരാണ് അദ്ദേഹം പറഞ്ഞത്, ഏതായാലും സംഭവം തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാരിസ് ഡോക്ടർ പരാതി പറഞ്ഞതായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അവിടെ പറ്റാതെ വന്നതുകൊണ്ട് സൂപ്രണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ അവരോട് പരാതി പറഞ്ഞു. അതിനുശേഷം മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും ഒക്കെ ഈ കാര്യം ധരിപ്പിച്ച് എത്രയോ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങ് പറഞ്ഞതിനെയൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അത് ഒരു നൂറ്റാണ്ടോ അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ടോ രാജഭരണകാലം മുതൽ ഇങ്ങോട്ട് ഉള്ള എല്ലാ ഗവൺമെൻറ്റുകളും, കേരള രൂപീകരണത്തിന് ശേഷമുള്ള എല്ലാ ഗവൺമെൻറ്റുകളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സമഫലമായിട്ട് നമ്മൾ ലോകത്തിൽ ഒരു മാതൃകയായി നമ്മൾ മാറിയിരിക്കുന്നതാണ്. ആ കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. കേരളം 2 കാര്യങ്ങളാണ് ലോകത്തിൻ്റെ മുമ്പിൽ. ഒന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല, 2 കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല. ഈ 2 ഇപ്പോൾ കേരളത്തിൽ എങ്ങനെ എന്താ പറഞ്ഞ ഒരു പിന്നോക്കം പോയിരിക്കുന്നു എന്നതിൻ്റെ 2 ഉദാഹരണം ചെറിയ വാക്കിൽ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, A+ നേടി വിജയിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം കൂട്ടി വായിക്കാൻ അറിയില്ല എന്ന് ഞാനല്ല പറഞ്ഞത്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്. പക്ഷെ വാർത്ത വൈറലായി. ഒന്ന്, ഇവിടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് അനുഭവിക്കുന്ന ഗുരുതരമായ രോഗത്തെക്കുറിച്ച്, പ്രതിസന്ധിയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ അത് കേരളം വളരെ ഞെട്ടലോടുകൂടിയാണ്. ഇത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിമർശിച്ചാലും ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ വിമർശിച്ചാലും അതല്ല എങ്കിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചാലും സത്യം സത്യമല്ലാതെ പോകുന്നു. ആ സത്യം നിലനിൽക്കുകയല്ലേ? ആ സത്യമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അത് പരിഹരിക്കാൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുമ്പോൾ മന്ത്രി ഞങ്ങളോട് പറയുന്നത് ഞാൻ സംവാദത്തിന് തയ്യാറാണ്. ഇവിടെ സംവാദമല്ല സാർ ആവശ്യം. ഇവിടെ ആവശ്യം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇവിടെ പ്രശ്നം ഉയർത്തിയത് പ്രതിപക്ഷമോ കോൺഗ്രസ് പാർട്ടിയോ യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ല. ഈ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ഒരു ഡോക്ടർ തൻ്റെ മനസ്സിൽ, തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഞാൻ അവിടെ ഒരു സംശയം എനിക്ക് സേനാപതി വേണുവിനോടുണ്ട്. എൻ്റെ ഒരു സംശയം, അതായത് ഇവിടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ആ ഡോക്ടർ അത് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചു, ഇതാണ് സംഭവം, നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഈ വിഷയം പ്രതിപക്ഷം എന്ന നിലയിൽ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലാകെ ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന് ആധികാരികമായി ഉത്തരവാദിത്വത്തോടെ കേസുകൾ അവതരിപ്പിച്ച് പറയാൻ ഇതേ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഹാരിസ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ പൊതുവൽക്കരിച്ചതിലാണ് പ്രതിപക്ഷത്തോടുള്ള വിയോജിപ്പ്. അതിന് നിങ്ങൾക്ക് കഴിയും വിധത്തിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട്, ജനറൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അങ്ങനൊരു കേസ് അവതരിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ അങ്ങയോട് വിനീതമായിട്ട് ചോദിക്കുന്നത്, ഇന്നത്തെ കേരളത്തിൽ ഇറങ്ങിയ മലയാളത്തിലെ പല പത്രങ്ങളും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ, അവർ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ മോശമായതുകൊണ്ടല്ല അവർ പറയുന്നത്,
ആൻജിയോപ്ലാസ്റ്റി സർജറി നടത്തുവാൻ 5 കോടി രൂപയുടെ യന്ത്രമുണ്ട്. പക്ഷെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ബലൂണ്, സ്റ്റെന്റ്, എന്താ പറയുക, ബാക്കി അനുബന്ധമായി ഒരു 10-25,000 രൂപയുടെ മുതൽ മുടക്കുണ്ടെങ്കിലേ ആൻജിയോപ്ലാസ്റ്റി സർജറി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതില്ലാത്തത് കൊണ്ട് 5 കോടിയുടെ യന്ത്രം അവിടെ പ്രവർത്തിക്കാതിരിക്കുന്നു. ലാപ്രോസ്കോപ്പി സർജറി 6 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചിരിക്കുന്ന ഉപകരണം, അതിന് 4,000 രൂപയുടെ അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ഇത് ആര് കൊടുക്കും? ആരോഗ്യ മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധി അതിനെ ഞാൻ മാധ്യമ വാർത്തകളെ ആ നിലയിൽ പിൻപറ്റുന്നില്ല. എൻ്റെ ചോദ്യത്തിൽ ഞാൻ പ്രതിപക്ഷത്തോടാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടെ, നിങ്ങൾ ഈ മാധ്യമങ്ങളെ ആശ്രയിക്കാന്നേ, ഇങ്ങനെ ആശ്രയിച്ചാണ് നിങ്ങൾ ഈ കുഴിയിൽ ചെന്ന് വീഴുന്നത്. ഇതുപോലെ തന്നെ ഒരു ചാനൽ ഡോക്ടർ ഹാരിസിനോട് തന്നെ ചോദിച്ചല്ലോ. ഉറപ്പായി എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സമീപ ദിവസങ്ങളിൽ പേപ്പട്ടിയുടെ കടിയേറ്റ, പേവിഷബാധയേറ്റ എത്ര ആളുകൾ, അതിൽ ബഹുഭൂരിപക്ഷവും കുഞ്ഞുങ്ങളാണ്, അവര് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് ഫലപ്രദമായി ഇതിനെ തടയുന്നതിന് യാതൊരു വിധമായ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് 2ഉം 3ഉം പ്രിക്വേഷണറി ഇഞ്ചക്ഷൻ എടുത്ത ആളുകൾ പോലും മരണപ്പെടുന്ന സ്ഥിതിവിശേഷം കേരളത്തിലെ ആരോഗ്യ മേഖല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. താങ്കൾ ഈ പറഞ്ഞത് മാധ്യമ വാർത്തകളെ ആധാരമാക്കിയാണ് എന്ന് പറഞ്ഞിടത്താണ് ഞാൻ ആ വിയോജിപ്പ് പറഞ്ഞത്. അത് വിയോജിപ്പിൻ്റെ കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നിങ്ങൾ ഇതിന് ആധാരമായി എടുക്കുന്ന ഡോക്ടർ ഹാരിസ് തന്നെ മാധ്യമങ്ങളെ തിരുത്തുന്നുണ്ടെന്നേ. മാധ്യമങ്ങളെ തിരുത്തി നിങ്ങൾ പറയുന്നത് ശരിയല്ല, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം ആകെ അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ താറുമാറായിട്ടില്ല, ലോകത്തെ തന്നെ മികച്ചതാണ് എന്ന് ആ ഡോക്ടർ തന്നെ പറയുന്നത് കേട്ടിരിക്കേണ്ടി വന്ന മാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് താങ്കൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു വാദഗതി ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ അപാകത ഉണ്ടാകും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അടുത്ത റൗണ്ടിൽ ദയവായി ശരി, ഓക്കെ, ആയിക്കോട്ടെ, അത് താങ്കൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, നിശ്ചയമായും റൈറ്റ്.